എവ്രിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ക്രോഷോ ബിഗിനേഴ്സ് ആയിട്ടുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ബേസിക് സ്റ്റിച്ചുകളാണ്. ഈ ബേസിക് സ്റ്റിച്ചുകളിൽ വരുന്നത് സിംഗിൾ ക്രോഷോ, ഹാഫ് ഡബിൾ ക്രോഷോ, ട്രിപ്പിൾ ക്രോഷോ, സ്ലിപ്പ് സ്റ്റിച്ച്, പിന്നെ സർക്കിളിലായിട്ട് വരുവാണെങ്കിൽ മാജിക് റിംഗ് അല്ലെങ്കിൽ മാജിക് സർക്കിൾ. ഈ എല്ലാ ബേസിക് സ്റ്റിച്ചുകളും അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ക്രോഷോയുടെ ഓരോ പ്രോജക്ട്സും ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കണ്ട് പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് യാണ് യൂസ് ചെയ്താൽ നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ കോട്ടനും അക്രിലിക്കും ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു യാണാണ്. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ അക്രിലിക് യാൺ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് ഞാൻ യൂസ് ചെയ്യുന്ന ഹുക്ക് സൈസ് 4.5 mm ക്രോഷേ ഹുക്കാണ്. ഈ ക്രോഷേ ഹുക്ക് നിങ്ങൾ എങ്ങനെയാണ് യാണിന് വെച്ച് കമ്പയർ ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യാൺ മേടിക്കുമ്പോൾ നമുക്ക് അതിലൊരു ലേബിൾ ഉണ്ടാവും. ആ ലേബിളിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ആ യാണിന് ഏത് സൈസുള്ള ഹുക്കാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ നിങ്ങളത് എപ്പോഴും മേടിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ലേബിൾ ഒന്ന് ചെക്ക് ചെയ്യുക. അത് നിങ്ങൾക്കൊരു സജഷനായിട്ട് എടുക്കുക. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ സെയിം ഹുക്ക് സൈസ് എടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള ഒരു ഹുക്ക് സൈസ് എടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സിംഗിൾ ക്രോഷോ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മളൊരു സ്ലിപ്പ് നോട്ട് ഇടുവാണ്. സ്ലിപ്പ് നോട്ടിൻ്റെ ഒക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ഇനി അതിന് ശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ചെയിൻ സ്റ്റിച്ചാണ്. അതിൻ്റെയും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഒരു 10 ചെയിൻ സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചെയിൻ സ്റ്റിച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് ലൂസാക്കിയും ഭയങ്കര ടൈറ്റാക്കിയും ഒരിക്കലും ചെയ്യരുത്. ആ ഒരു ടെൻഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ഒരു 10 ചെയിൻ സ്റ്റിച്ചാണ് ഇപ്പോൾ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഈ 10 ചെയിൻ സ്റ്റിച്ചിൻ്റെ കൂടെ ഞാൻ എക്സ്ട്രാ ഒരു 1 ചെയിനും കൂടെ ആഡ് ചെയ്യുവാണ്. കാരണം നമ്മൾക്കൊരു 10 സിംഗിൾ ക്രോഷോ പാറ്റേൺ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഒരു 1 ചെയിനും കൂടെ ആഡ് ചെയ്യണം. ആ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന 1 ചെയിൻ നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ചെയിനാണ്. 11 ചെയിൻസ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ടോട്ടൽ 11 ചെയിൻസ് ഉണ്ടോ എന്ന് നോക്കുക. ആ വി പോലെ വരുന്നതിനാണ് നമ്മളൊരു ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ചെയിൻസ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11. അങ്ങനെ 11 ചെയിൻസ് ആണ് നമുക്കിതിൽ വരുന്നത്. അപ്പോൾ ആ 11th ചെയിൻ നമ്മൾ യൂസ് ചെയ്യില്ല. 11th ചെയിൻ സ്കിപ്പ് ചെയ്ത് അതിൻ്റെ തൊട്ട് താഴെയുള്ള ചെയിനിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഞാനിതിൽ കാണിക്കുന്ന പോലെ ആ ചെയിൻ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഫസ്റ്റത്തെ ചെയിൻ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് അടുത്തുള്ള ചെയിനിലേക്ക് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് യാൺ ഓവർ, എന്നിട്ട് ജസ്റ്റ് പുൾ ഔട്ട് ചെയ്തെടുക്കുക. വീണ്ടും യാൺ ഓവർ ടു 2 ലൂപ്സ്, 2 ലൂപ്പിലൂടെ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ വീണ്ടും പറയുന്നുണ്ട്. ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് യാൺ ഓവർ ചെയ്യുക. ഇൻസേർട്ട് ചെയ്ത ചെയിനിലൂടെ മാത്രം പുറത്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 2 ലൂപ്പ് കിട്ടും. വീണ്ടും യാൺ ഓവർ ചെയ്ത് ആ 2 ലൂപ്പിലൂടെയും എടുക്കുക. അപ്പോൾ ഇതാണ് ഒരു സിംഗിൾ ക്രോഷോ എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നവരെ നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് യാൺ ഓവർ ചെയ്യുമ്പോൾ ആ ഇൻസേർട്ട് ചെയ്ത ചെയിനിലൂടെ മാത്രം പുറത്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 2 ലൂപ്പ് കിട്ടും. വീണ്ടും യാൺ ഓവർ ആ 2 ലൂപ്പിലൂടെയും എടുക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര ചെയിൻ സ്റ്റിച്ചാണോ ചെയ്തിരിക്കുന്നത്, അതിൽ എത്ര സിംഗിൾ ക്രോഷോ നിങ്ങൾക്ക് വേണോ അത്രയും നിങ്ങൾക്ക് ഇതേ സെയിം പ്രോസസ്സ് തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഞാൻ വീണ്ടും കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇത്രയും ക്ലിയർ ആയിട്ട് ഒന്ന് നോക്കുക. ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ചെയിനിലേക്ക് നമ്മൾ സിംഗിൾ ക്രോഷോ ഇടുന്നത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ സിംഗിൾ ക്രോഷോ ആ എല്ലാ ചെയിൻ സ്റ്റിച്ചിലൂടെയും ഇട്ടിട്ടുണ്ട്. ഇതിൽ നമ്മൾ ടോട്ടൽ യൂസ് ചെയ്തത് ഒരു 10 ചെയിൻ സ്റ്റിച്ച് പ്ലസ് 1 ആയിരുന്നു. അപ്പോൾ 11. ഒരെണ്ണം നമ്മൾ സ്കിപ്പ് ചെയ്തതുകൊണ്ട് തന്നെ ബാക്കി 10 സ്റ്റിച്ചസ് ഉണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴും ഉറപ്പ് വരുത്തുക. ഓരോ ലെയർ കഴിയുമ്പോഴും നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കുക. നമ്മൾ താഴെ ഫൗണ്ടേഷനായിട്ട് എത്ര സ്റ്റിച്ചാണ് ഇട്ടത് അത്രയും സ്റ്റിച്ച് തന്നെ നമ്മൾ മുകളിലേക്ക് സ്റ്റിച്ച് കൊടുത്തപ്പോഴേക്കും ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് എങ്ങനെയാണ് സിംഗിൾ ക്രോഷോ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ആ ഒരു ഇതിലൊരു ചെയിൻ എക്സ്ട്രാ ഇട്ടതുപോലെ തന്നെ ഈ ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ വീണ്ടും ഒരു ചെയിൻ എക്സ്ട്രാ ഇടുക. എന്നിട്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്മളുടെ ആ എൻറ്റയർ
സ്റ്റിച്ച് ഒന്ന് ഇപ്പുറത്തേക്ക് മാറ്റുക. ഒന്നും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇതൊന്ന് നീക്കുക, അതായത് വലതിൽ നിന്ന് ഇടത്തിലേക്കൊന്ന് നീക്കുക. എന്നിട്ട് ആദ്യത്തെ ആ ചെയിൻ നിങ്ങൾ ഒന്നും ചെയ്യരുത്. ആദ്യത്തെ ചെയിൻ നേരത്തെ പോലെ തന്നെ സ്കിപ്പ് ചെയ്യേണ്ട ചെയിനാണ്. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ആ ചെയിനിലൂടെ വേണം നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചെയിൻ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ആ വി പോലത്തെ 2 ഇതിലൂടെയും നിങ്ങൾ ഇൻസേർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നോർമൽ സിംഗിൾ ക്രോഷ്യോ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തു പോവുക. ഇതിൽ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ വി സ്റ്റിച്ചിലൂടെ തന്നെ നിങ്ങൾ ഇൻസേർട്ട് ചെയ്യുക. ഒറ്റ ഒരു ത്രെഡ് മാത്രം എടുക്കരുത്, 2 ത്രെഡിൻ്റെയും കൂടെ ഒരുമിച്ച് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഹുക്ക് അതിലൂടെ ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം യാൺ ഓവർ ചെയ്യുക. യാൺ ഓവർ അതിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 2 ലൂപ്പ് കിട്ടും. വീണ്ടും യാൺ ഓവർ ആ 2 ലൂപ്പിലൂടെ എടുക്കുക. അപ്പോൾ ഞാൻ വീണ്ടും കാണിക്കുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ സിംഗിൾ ക്രോഷ്യോ ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നിങ്ങൾക്കിത് ക്ലിയർ ആവുന്നില്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് റീവൈൻഡ് ചെയ്ത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് നോക്കുക. ഞാൻ മാക്സിമം സ്ലോ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഫുൾ സ്റ്റിച്ചസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനൽ സ്റ്റിച്ചും ഇതേപോലെ തന്നെ നമ്മളൊരു സിംഗിൾ ക്രോഷ്യോ ചെയ്ത് നമ്മൾ എൻഡ് ചെയ്യുവാണ്. ഓരോ പ്രാവശ്യം നിങ്ങൾ ഓരോ റോ എൻഡ് ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എത്ര സ്റ്റിച്ചാണോ സ്റ്റാർട്ട് ചെയ്തത് അത്രയും സ്റ്റിച്ച് തന്നെ ഉണ്ടോയെന്ന് എപ്പോഴും കൗണ്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ കൗണ്ട് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതിൻ്റെ മുകളിലേക്കും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ പോലെ തന്നെ ചെയിൻ 1 വലത്തിൽ നിന്ന് ഇടത്തിലേക്ക് ഇതേപോലെ ഒന്ന് ടേൺ ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ചെയിൻ 1 സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് അടുത്ത ചെയിനിലൂടെ ആ വി സ്റ്റിച്ചിലൂടെ തന്നെ ഇൻസേർട്ട് ചെയ്ത് സെയിം ഇത് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ എത്ര റോ വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എപ്പോഴും നിങ്ങൾ നല്ല നീറ്റായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഗ്യാപ്പി സ്റ്റിച്ചുകളൊക്കെ ഒഴിവാക്കുക. ഓവർ ടൈറ്റ്നെസ്സും പാടില്ല, ഓവർ ലൂസും പാടില്ല. ആ ഒരു ടെൻഷൻ നിങ്ങൾ ചെയ്ത് തന്നെ മെയിൻറ്റെയിൻ ആവുള്ളൂ. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എപ്പോഴും സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഫൈനലായിട്ട് ആ ഒരു സ്റ്റിച്ച് ഇപ്പോൾ നമ്മൾ ചെയ്തത് വരുന്നത്. അപ്പോൾ ഇതിലും നമ്മൾ എല്ലാ പ്രാവശ്യവും ഞാൻ പറഞ്ഞ പോലെ റോയിലുള്ള സ്റ്റിച്ചുകളുടെ കൗണ്ട് ഒന്ന് എടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ കൗണ്ട് ചെയ്യാം 1 2 3 4 5 6 7 8 9 10. നമ്മൾ 10 സ്റ്റിച്ചുകളാണ് താഴെ ഇട്ടത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഓരോ ലെയർ പോകുമ്പോഴും ആ 10 സ്റ്റിച്ച് ഉണ്ടോ എന്ന് കൺഫേം ചെയ്യും. അപ്പോൾ നമ്മളുടെ അടുത്ത സ്റ്റിച്ചാണ് ഹാഫ് ഡബിൾ ക്രോഷ്യോ. ഹാഫ് ഡബിൾ ക്രോഷ്യോയ്ക്ക് വേണ്ടിയും നമ്മളൊരു സ്ലിപ്പ് നോട്ട് ഇടുക. അതിലൊരു 10 ചെയിൻ സ്റ്റിച്ച് തന്നെ ഇടുക. അപ്പോൾ ഞാനിതിൽ ചെയ്യുന്നുണ്ട്. എല്ലാം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അത് തീർച്ചയായും കണ്ട് അതിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഒരു 10 ചെയിൻ സ്റ്റിച്ചാണ് ഞാൻ ഇതിലിടുന്നത്. ഇത് ഹാഫ് ഡബിൾ ക്രോഷ്യോ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ വരുന്നത് ഒരു എക്സ്ട്രാ ചെയിനിൽ 2 എക്സ്ട്രാ ചെയിൻസ് ആണ് ഇടുന്നത്. അതായത് ഇപ്പോൾ നമുക്കൊരു 10 ഹാഫ് ഡബിൾ ക്രോഷ്യോ ആണ് വേണ്ടതെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു 2 ചെയിനും കൂടി ചേർത്ത് ടോട്ടൽ നമുക്കൊരു 12 ചെയിൻ സ്റ്റിച്ചാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു 10 ചെയിൻ സ്റ്റിച്ച് ഓൾറെഡി ചെയ്തു. അതിൻ്റെ കൂടെ ഒരു 2 ചെയിൻസും കൂടെ ഞാൻ ആഡ് ചെയ്യുവാണ്. അപ്പോൾ ഈ 2 ചെയിൻസ് നമ്മൾ ഇതിൽ കൂട്ടുന്നില്ല. ഈ 2 ചെയിൻസ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ചെയിനുകളാണ്. ഈ ഫസ്റ്റത്തെ 2 ചെയിനിൽ നമ്മൾ വർക്ക് ചെയ്യില്ല. ഈ 3rd ചെയിനിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഹാഫ് ഡബിൾ ക്രോഷ്യോ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ യാൺ ഓവർ ചെയ്യണം. ഫസ്റ്റ് യാൺ ഓവർ നമ്മൾ 3rd ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്തതിന് ശേഷം 3rd ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്ത് ആ ഇൻസേർട്ട് ചെയ്ത ചെയിനിലൂടെ മാത്രം എടുക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു 3 ലൂപ്പ് കിട്ടും. ഒരു 3 ലൂപ്പ് നിങ്ങൾക്ക് ഫോം ആവുന്നത് കാണാം. അത് വീണ്ടും യാൺ ഓവർ ചെയ്ത് ആ 3 ലൂപ്പിലൂടെയും ഒരുമിച്ച് പുറത്തേക്ക് കൊണ്ടുവരാം. ഇതിനെയാണ് ഹാഫ് ഡബിൾ ക്രോഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം 3 ലൂപ്പ് ഒരുമിച്ച് ഒരൊറ്റ ഇതിലാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. യാൺ ഓവർ
ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് വീണ്ടും യാൺ ഓഫ് ചെയ്ത് ആ ഇൻസേർട്ട് ചെയ്തതിലൂടെ മാത്രം പുറത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്ത് ആ 3 ലൂപ്പിലൂടെ ഒരുമിച്ച് എടുക്കുക. അതിനാണ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും, പക്ഷേ നിങ്ങൾ ചെയ്ത് തന്നെ ഇത് പ്രാക്ടീസ് ആകുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഈ സ്റ്റിച്ചുകളൊക്കെ പഠിച്ചാലാണ് നിങ്ങൾക്ക് കൂടുതൽ നല്ല പ്രോജക്ട്സൊക്കെ ഫ്യൂച്ചറിൽ ചെയ്യാൻ പറ്റുള്ളൂ. യാൺ ഓവർ, ഇൻസേർട്ട്, വീണ്ടും യാൺ ഓവർ ചെയ്യുക. ആ ഇൻസേർട്ട് ചെയ്ത സ്റ്റിച്ചിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് 3 ലൂപ്പ് ഉണ്ടാവും. വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് ആ 3 ലൂപ്പിലൂടെയും പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ആ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. നല്ലോണം പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ ബാലൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കാണിക്കുവാണ്. അപ്പോൾ സ്റ്റിച്ചസൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങളെപ്പോഴും കൗണ്ട് ചെയ്യുക. നമ്മൾ 10 ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ് നമുക്ക് വേണ്ടത്. ബാലൻസ് ഇട്ട് 2 ചെയിൻസ് നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ട ചെയിനാണ്. അപ്പോൾ ടോട്ടൽ ഒരു 10 ചെയിൻസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് എങ്ങനെയാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു പോകാമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു 2 ചെയിൻ എക്സ്ട്രാ ഇട്ടിട്ടാണ് നമ്മൾ ഈ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തത്. അതേപോലെ തന്നെ നമ്മൾ ഇനിയും ഒരു 2 ചെയിൻ എക്സ്ട്രാ ആഡ് ചെയ്യണം. 1 2 ഒരു 2 ചെയിൻ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ആ 2 ചെയിൻ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യരുത്. ആ 2 ചെയിനിൽ വർക്ക് ചെയ്യാൻ പാടില്ല. അത് സ്കിപ്പ് ചെയ്യേണ്ട ചെയിനാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്മൾ നേരത്തെ സിംഗിൾ ക്രോഷ്യോയിൽ ചെയ്ത പോലെ തന്നെ ടേൺ ചെയ്യുക. എൻ്റെ ഫസ്റ്റത്തെ 2 ചെയിൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ തേർഡ് ചെയിൻ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ആ വി സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ട് തന്നെ വേണം നിങ്ങൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാൻ. യാൺ ഓവർ, ഇൻസേർട്ട്, യാൺ ഓവർ ടു 3 ലൂപ്സ്. വീണ്ടും ഞാൻ കാണിക്കുന്നുണ്ട്. ആ 2 സ്റ്റിച്ചിലൂടെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മറക്കരുത്. വി സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം. എന്നിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഒന്നും കൂടെ കാണിക്കാം. യാൺ ഓവർ, ഇൻസേർട്ട്, യാൺ ഓവർ, വീണ്ടും യാൺ ഓവർ ടു 3 ലൂപ്സ്. ഇങ്ങനെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾക്ക് പോകാം. എപ്പോഴും ശ്രദ്ധിക്കാൻ ഞാൻ പറയുന്നുണ്ട്, ആ വി സ്റ്റിച്ച് 2 സ്റ്റിച്ചിലൂടെയും നിങ്ങൾ ഇൻസേർട്ട് ചെയ്യുക. ഹാഫ് ഡബിൾ ക്രോഷ്യ ആ എൻറ്റയർ റോയിലൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ സ്റ്റിച്ച് വരുന്നത്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് മുകളിലേക്ക് ഒരുപാട് റോ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കാം. അങ്ങനെ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു 2 ചെയിൻ എക്സ്ട്രാ ഇടുക. ആ 2 ചെയിനിൽ നിങ്ങൾ വർക്ക് ചെയ്യരുത്. എപ്പോഴും നിങ്ങൾ തേർഡ് ചെയിനിൽ വേണം ചെയ്യാൻ. ഇത് ഹാഫ് ഡബിൾ ക്രോഷ്യയുടെ മെത്തേഡാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഈ 2 സ്റ്റിച്ചുകളാണ് കാണിക്കുന്നത്. ബാലൻസ് സ്റ്റിച്ചുകളെല്ലാം ഞാൻ പാർട്ട് 2 വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഈ സ്റ്റിച്ചുകളെല്ലാം നിങ്ങൾ കണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ ഇങ്ങനത്തെ തുടർന്ന് ഇതേപോലത്തെ നല്ല വീഡിയോസിനായി നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഈ വീഡിയോസ് എല്ലാം ഫുള്ളായിട്ട് തന്നെ കാണാൻ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.